എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് എപ്പോഴും ആ പരമാത്മ തത്വത്തിൽ മാത്രം വിലസുകയാണെങ്കിൽ പരമമായ സൗഖ്യത്തിൻ്റെ ഉടമയായിത്തീരാം നമുക്ക്. നമ്മുടെ മനസ്സിപ്പോൾ എല്ലാ സമയത്തും ഓരോ വിഷയങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മനസ്സൊരിക്കലും നിശ്ചലമായി നിൽക്കുന്നില്ല. അത് ലോക വിഷയങ്ങളുടെ പിന്നാലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അതിൽ നിന്ന് വേറൊന്നിലേക്ക്, അങ്ങനെ ഓട്ടമാണ് അതിൻ്റെ സ്വഭാവം. അതിൽ നിന്ന് ആ മനസ്സിനെ ഈ പരമമായ ഏകതത്വത്തിലേക്ക് ഒന്ന് തിരിച്ചു വിടുകയാണെങ്കിൽ അജയ്യമായ ശക്തിയുടെ ഉറവിടമായിത്തീരും നമ്മുടെ മനസ്സിൽ. ഒരു നദി പല വഴിക്കും ഒഴുകുകയാണെങ്കിൽ അതിൻ്റെ ഒഴുക്കിന് ശക്തി കുറയുന്നു. എന്നാൽ പല വഴിയിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതിനെ തടഞ്ഞ് അത് ഒരു ദിശയിലേക്ക് ആ നദിയെ തിരിച്ചു വിടുകയാണെങ്കിൽ അത് ശക്തിമത്തായി ഒഴുക്കോടുകൂടി ഒഴുകുക സ്വാഭാവികമല്ലേ. ആ ഒഴുക്കിന് നല്ല ശക്തി ഉണ്ടാവില്ലേ? അതെത്ര കണ്ട് ഛിദ്രിക്കുന്നുവോ അത്ര കണ്ട് അതിന് ശക്തിയും കുറയും. അതേപോലെ ആ മനസ്സിൻ്റെയും അവസ്ഥ. മനസ്സ് 5 ഓട്ടകളുള്ള ഒരു പാത്രമാണെന്ന് കരുതും. ഓരോ ഓട്ടയും ശബ്ദ സ്പർശ രൂപ രസഗന്ധാദികൾ. എന്നാൽ നമ്മുടെ മനസ്സ് അതിൽ നിന്നും വിട്ട് 5 അതിൻ്റെ എത്രയോ ഇരട്ടി വിഷയങ്ങളിലേക്ക് പിന്നീട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഓരോ മനുഷ്യൻ്റെയും അന്തരംഗം അസ്വസ്ഥമാകാൻ കാരണം. എന്നാൽ ആ മനസ്സിനെ പല വഴിക്കും ഓടുന്ന മനസ്സിനെ ശാശ്വതമായ ഒന്നിലേക്ക് തന്നെ തിരിച്ചുവിടുമ്പോൾ പരമമായ സൗഖ്യം അല്ലെങ്കിൽ ആനന്ദം ആ മനസ്സിനെ അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ അതെങ്ങനെയാണ്, അതെവിടെ വെച്ചാണ്, അതെപ്പോഴാണ്? നമ്മൾ സമയമൊന്നും അതിന് ക്ലിഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുപോലെ ഇന്ന സ്ഥലത്ത് പൂജാമുറിയിൽ ചെന്നിരുന്ന ശേഷം മാത്രമേ ആ അവസ്ഥ കൈവരിക്കാവൂ എന്നും ഇല്ല. ശരീരത്തെ ഒരു പ്രത്യേക നിലയിൽ ഇരുത്തി അതിനുശേഷമേ പാടുള്ളൂ, അല്ലാതെ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല. അനുഭവസ്ഥരായ യോഗീശ്വരന്മാർ പറഞ്ഞ ഒരു വരികൾ നമുക്ക് കേൾക്കാം. നടന്നിട്ടോ നിന്നിട്ടോ അല്ല മനമേ, കിടന്നിട്ടോ സുഖമായിരുന്നു കൊണ്ടിട്ടോ, നടുനാടി തന്നിലെ ലക്ഷ്യം തന്നിൽ ഇടവിട്ടിടാതെ ഇരിക്കുന്ന മനമേ. നമ്മുടെ മനസ്സിനോട് നാം തന്നെ പറയേണ്ടതും അതിനെ പരിശീലിപ്പിക്കേണ്ടതും ഇപ്രകാരമാണ്. ഒരു പ്രത്യേക തലത്തിൽ ഇരുന്നിട്ടേ ഇതൊക്കെ ചെയ്യാവൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നേരെ ഇരുന്ന് ഗീതയിൽ ഇരുത്തത്തിൻ്റെ കാര്യം പറയുന്നു. അധികം ഉയരത്തിലോ അധികം താഴെയോ അല്ലാത്ത ഒരു കുശ വിരിച്ച് അതിലിരുന്ന് ധ്യാനിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിലും, അല്ലെങ്കിൽ ആ അവസ്ഥ കടന്നതിന് ശേഷവും ആദ്യം നമുക്കൊരു നിഷ്ഠ ഇതിനെല്ലാം ആവശ്യമാണ്. എന്നാൽ ആ നിഷ്ഠ കഴിഞ്ഞ ശേഷം പിന്നീട് നമ്മുടെ മനസ്സ് സ്വാധീനമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ വെച്ചുമാകാം, എപ്പോഴുമാകാം, എങ്ങനെയുമാകാം. നടക്കുമ്പോഴാവാം, നിൽക്കുമ്പോഴാവാം, നടന്നിട്ടോ നിന്നിട്ടോ കിടക്കുമ്പോഴുമാകാം. നമ്മുടെ മനസ്സെപ്പോഴും ആ പരമാത്മാവിൽ തന്നെ ആയിരിക്കണം എന്നതാണ് പ്രധാനം. നടന്നിട്ടോ നിന്നിട്ടോ അല്ല മനമേ, നടന്നിട്ടോ നിന്നിട്ടോ മാത്രം അല്ല, കിടന്നിട്ടോ സുഖമായിരുന്നു കൊണ്ടിട്ടോ, സുഖമായി ഇരുന്നിട്ടുമാവാം. നടുനാടി തന്നിലെ ലക്ഷ്യം തന്നിൽ ഇടവിട്ടിടാതെ ഇരിക്കെൻ്റെ മനമേ.
നടുനാടി തന്നിലെ ലക്ഷ്യം തന്നിൽ. നടുനാടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുഷുമ്നാ നാഡിയെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൻ്റെ നെട്ടലിൻ്റെ അകത്തുകൂടി സുഷുമ്നാ എന്ന് പേരുള്ള ഒരു നാഡിയുണ്ട്. അത് തലച്ചോറിൽ നിന്നാണ് താഴോട്ടൊഴുകുന്നത്. ആ നാഡിയിൽ കൂടിയാണ് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ആ നട്ടെല്ലിന് ഒരു ചെറിയ ക്ഷതം പറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ജീവിതം ആകെ അവതാളത്തിലാകുന്നു. ആ നടുനാഡിയിൽ, ആ സുഷുമ്നയിൽ, അതിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് ഈശ്വര ശക്തിയുടെ 6 കേന്ദ്രങ്ങളുണ്ട്. അതിലേറ്റവും അടിഭാഗത്തുള്ളത് മൂലാധാരം, അതിൻ്റെ മുകളിൽ സ്വാധിഷ്ഠാനം, അതിനും മുകളിൽ ഏകദേശം നമ്മുടെ നാഭിയോടടുത്തെത്തുമ്പോൾ മണിപൂരകം, അതിനും മുകളിൽ നമ്മൾ ഹൃദയത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അനാഹതം. ഈ തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത് അത് വിശുദ്ധി. നമ്മുടെ ഭ്രൂമധ്യത്തിൽ 2 പുരികങ്ങളുടെയും മധ്യത്തിലെത്തുമ്പോൾ ആജ്ഞ. അതിനും മുകളിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ മുഴുവൻ വ്യാപിക്കുന്ന അവസ്ഥയ്ക്ക് സഹസ്രാരപദ്മം. ഇങ്ങനെ 7 താമര, കൂമ്പിയ താമരയാണ് നമ്മുടെ എല്ലാവരുടെയും സുഷുമ്നയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. അതിൽ മൂലാധാരത്തിലാണ് കുണ്ടലിനി എന്നു പേരുള്ള ഒരു ശക്തി വിഷയങ്ങളിലേക്ക് മാത്രം നമ്മളെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്മാവിൻ്റെ നേരെ ഉറങ്ങിയും വിഷയങ്ങളുടെ നേരെ ഉണർന്നുമാണ് അതിരിക്കുന്നത്. അതുകൊണ്ട് വിഷയജാലങ്ങളിൽ മാത്രം നാം ഭ്രമിച്ചു കഴിയുന്നു, ആത്മതലത്തെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. എന്നാൽ സുഹൃതാധിക്യത്താൽ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞ് വശായിരിക്കുന്ന ഒരു മനസ്സാണെങ്കിൽ ഇത് കൂടുതൽ കൂടുതൽ നാം പഠിച്ചും കേട്ടും അത് മനനം ചെയ്തും ഉറപ്പിച്ച് നമ്മുടെ മനസ്സിനെ ആ പരമമായ കേന്ദ്രബിന്ദുവിലേക്ക് തിരിച്ചുവിടണം. അതിനാണ് നടുനാടി തന്നിലെ ലക്ഷ്യം തന്നിൽ. മറ്റ് വിഷയങ്ങളിലൂടെ ഒഴുകാതെ നമ്മുടെ മനസ്സ് ആ നടുനാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അനാഹത പത്മം. അതാണ് നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നത്. നമ്മുടെ ഹൃദയം ആ നെട്ടെല്ലിൻ്റെ പുറത്ത് ഇടത് ഭാഗത്തായിട്ടാണ് നെഞ്ചിൽ സ്ഥിതി ചെയ്യുന്നത്. രക്തം പമ്പ് ചെയ്യുന്ന അവയവമാകുന്ന ഹൃദയം. അതിൻ്റെയും പിന്നിൽ സുഷുമ്നയ്ക്കുള്ളിലാണ് അനാഹത പത്മം. ഇത് കൂമ്പിയ താമര പോലെയാണ്. എന്നാൽ ആ കുണ്ടലിനി ശക്തി ഉണർന്നു കഴിഞ്ഞ് അത് മുകളിലേക്കുയർന്ന് ഓരോ ആധാരത്തിലൂടെയും പ്രവേശിക്കുമ്പോൾ ആ കൂമ്പിയ താമര പാകം വന്ന് വിടരുന്നു. അതിന് ദളങ്ങൾ, ഓരോ ആധാരത്തിലുള്ള ദളങ്ങൾ വ്യത്യസ്തമായ അളവിലുള്ളതാണ്. അതിൽ അനാഹത പത്മത്തിൽ പിന്നെ വിശുദ്ധി, ആജ്ഞ, ഇതിൽ ധ്യാനത്തിന് ഏറ്റവും പറ്റിയ ഇത് ഒന്ന് അനാഹത പത്മത്തിൽ. നമ്മുടെ ഹൃദയത്തിൽ ഒരു കേന്ദ്രമുണ്ട്. അവിടെ സർവേശ്വരൻ്റെ വാസമാണെന്ന് ധരിച്ച് നാം അതിനെ തന്നെ ധ്യാനിച്ചിരിക്കണം. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ ഭ്രൂമധ്യത്തിലാവാം, അവിടെയുമാകാം ഇവിടെയുമാകാം. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടന്നിട്ടും നടന്നിട്ടും എപ്പോൾ വേണമെങ്കിലും നടുനാടി തന്നിലെ ലക്ഷ്യം തന്നിൽ ഇടവിട്ടിടാതെ ഇരിക്കെൻ്റെ മനമേ. ഇതാണ് നാം ചെയ്യേണ്ടത്. അതിനാൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് നടന്നിട്ടോ നിന്നിട്ടോ അല്ല മനമേ, കിടന്നിട്ടോ സുഖമായിരുന്നു കൊണ്ടിട്ടോ നടുനാടി തന്നിലെ ലക്ഷ്യം തന്നിൽ ഇടവിട്ടിടാതെ ഇരിക്കെൻ്റെ മനമേ.